ഹായ് ഹലോ. എന്നും രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ന് രാവിലെ എനിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇന്ന് ഹർത്താലാണ്. അപ്പോൾ ആ ഹർത്താലായതുകൊണ്ട് ചെറിയൊരു ടെൻഷന്. കാരണം കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളതാണേ. എൻ്റെ ഒരു കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ പറയുക, ഒരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് എന്നൊന്നും പറയാനുമില്ല. ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, എൻ്റെ എനിമികൾക്ക് പോലും ഈ ഒരു അസുഖം വരരുതേന്ന്. എന്താ വെച്ചാൽ തലവേദന. ഈ തലവേദന എന്ന് പറയുന്നത് എപ്പോൾ വരും, എങ്ങനെ പോകും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം ഞാനെന്താക്കി, ഇന്നിപ്പം ഹർത്താലായതുകൊണ്ട് ഹോട്ടലൊക്കെ പൂട്ടിക്കിടക്കുകയാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് ഇവൻ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ എന്തെങ്കിലും ഒരു അംശം പറ്റാതിരുന്നാൽ മതി, അപ്പം എനിക്ക് തലവേദന വരും. അങ്ങനെ തലവേദന വന്ന് ഞാൻ കിടന്നു പോയാൽ പിള്ളേർ പട്ടിണിയാകുമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പാടക്ക് തന്നെ പുട്ടായിരുന്നു രാവിലെ. തള്ളലല്ല കേട്ടോ ഇത്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, മറ്റേ പാക്കറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ, അത് രാത്രി ഇന്നലെ ചപ്പാത്തി ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഒരു 4-5 ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടിയും ചുട്ടിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത പാടക്ക് തന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ വേഗം ലഞ്ചും കൂടിയും റെഡിയാക്കി വെച്ചു. നല്ല ചോറ് റെഡിയാക്കി, അതേപോലെ ചിക്കൻ കറി വെച്ചു, ചെറുപയർ ഉപ്പേരി വെച്ചു. അപ്പോൾ പിന്നെ എനിക്കൊരാഗ്രഹം, രണ്ടുപേരും വീട്ടിലുള്ളതല്ലേ, നമ്മൾ ഈ ഇലക്കറികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ കഴിക്കൽ വളരെയധികം കുറവാണ്. അപ്പോൾ വാഴക്കൂമ്പുണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു വാഴക്കൂമ്പ് ഒന്നെടുത്ത് ഉപ്പേരി വെച്ചിട്ട് രണ്ടാളെയും ഒന്ന് കഴിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. ഞാൻ ചെറുപയർ വെച്ചതിന് ശേഷമായിപ്പോൾ എനിക്ക് വാഴക്കൂമ്പിൻ്റെ അത് ഓർമ്മ വന്നത്. ഇല്ലെങ്കിൽ ആ ചെറുപയറിലേക്ക് അങ്ങ് ഞാൻ ഇട്ടേക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ കൊലായിൽ വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ഞാനടക്കം വാഴകളുണ്ട് കേട്ടോ. ഒരുപാട് വാഴയുണ്ട്, എല്ലാ തരം പഴങ്ങളും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ വാഴക്കൂമ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വാഴക്കൂമ്പ് പൊടിച്ചിട്ട് അവർക്ക് ഉപ്പേരിയും കൂടി വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഒരു സുഖമല്ലേ. പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അവർ കഴിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ തുടങ്ങിയ മടിയല്ല കേട്ടോ. ഞാൻ എന്താ പറയുക, കുട്ടിക്കാലം തൊട്ടിട്ടേ എന്ന് പറഞ്ഞതിൻ്റെ അതിൽ എനിക്ക് കുക്കിംഗ് മടിയുള്ള ഒരാളാണ്. എന്തോ എനിക്കിഷ്ടമല്ല ആ ഒരു സംഭവം. പക്ഷേ നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് പറ്റും കേട്ടോ. പക്ഷെ കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ വിവാഹം വരെയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്ത ഒരാളൊന്നുമല്ല. കാരണം ഉമ്മയാണ് ഫുഡൊക്കെ കുക്ക് ചെയ്യാറ്. ഇവിടെ വന്നതിന് ശേഷവും എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒറ്റയടിക്കോ ഒന്നും എൻ്റെ അമ്മായിയമ്മ എനിക്ക് അടുക്കള എന്ന് പറയുന്ന ലോകം വിട്ടൊന്നും തന്നിട്ടില്ല. അവിടെ ഉമ്മ തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയമ്മയായിരുന്നു കുക്കിങ്. അപ്പോൾ എനിക്കെന്താ പരിപാടി എന്ന് വെച്ചാൽ ഉള്ളി അരഞ്ഞു കൊടുക്കുക, പച്ചമുളക് അരഞ്ഞു കൊടുക്കുക, അരി കഴുകി കൊടുക്കുക, മീൻ കട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. കാരണം എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടെന്ന് പറയുന്നത് ഒരു 30 കിലോമീറ്ററിൻ്റെ മാറ്റമാണെങ്കിൽ പോലും രണ്ടും 2 സ്ഥലങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ താമരശ്ശേരി എന്ന് പറയുമ്പോൾ ഇവർ കൊയിലാണ്ടി എന്നുള്ള സ്ഥലത്താണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടുന്ന് അങ്ങോട്ടൊരു 30 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന്. പക്ഷേ ആ ഒരു 30 കിലോമീറ്ററിൻ്റെ ഇപ്പുറത്തേക്ക് ഫുഡിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ 30 കിലോമീറ്റർ എന്നല്ല, തൊട്ടടുത്ത വീടാണെങ്കിൽ പോലും ആ വീട്ടിൽ ഫുഡിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫുഡുകൾ എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും അങ്ങനെ പിടിക്കില്ല. ഇപ്പോഴും എൻ്റെ ഭർത്താവിന് പിടിക്കില്ല കേട്ടോ. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഫസ്റ്റത്തെ 1-2 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും. ജെസ്സിയെ എന്ന് വിളിക്കും. എനിക്ക് ആ വിളി കേൾക്കുമ്പോഴേക്ക് നട്ടപ്പിരാന്ത് പിടിക്കും. 3-ാമത്തെ ദിവസം ഞാൻ പറയും വേണേ വെച്ചുണ്ടാക്കി തിന്നോളിന്ന് അറിയും. അപ്പോൾ ഗൾഫുകാരനായതുകൊണ്ട് കുക്കിങ്ങൊക്കെ അറിയാമല്ലോ. എന്നിട്ട് കാക്കോറ ഫുഡ് ഉണ്ടാക്കും, പക്ഷെ അതെനിക്ക് പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം എൻ്റെ ഫുഡുകൾ ഇവർക്കാർക്കും പിടിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഫുഡുകൾ എനിക്കോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ
എനിക്കായിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മെനക്കെട്ട പണിയാണ്. നമുക്ക് കൂടെ ഒരാളും കൂടി കഴിക്കാൻ വേണം. അതില്ലെങ്കിൽ നമ്മൾ എത്ര ഫുഡ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ കൊയിലാണ്ടി ഫുഡിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കൊയിലാണ്ടിക്കാരിയാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു 3 വർഷം കഴിഞ്ഞപ്പം എൻ്റെ അമ്മായിയമ്മ മരണപ്പെട്ടു പോയി. അപ്പം വീണ്ടും ഞാൻ പൂനൂർക്കാരിയാവാൻ തന്നെ ശ്രമിച്ചു. അതിലേക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴേക്ക് ആൾ ഗൾഫിൽ പോയി. പക്ഷേ എൻ്റെ മക്കൾ പൂനൂർ ആ ഒരു ഫുഡിൻ്റെ രീതിയിലാണ് വളരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കാം. നമ്മൾ പയ്യോളി പത്തൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതേപോലെ കുറച്ച് കട്ടിയുള്ള പത്തിരിയാണ്. ഞങ്ങൾ പത്തിരി എന്ന് പറയും കേട്ടോ. പക്ഷേ ഇവിടെ ഹോട്ടലിൽ നിന്ന് അത് കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ പോയാൽ നൈസ് പത്തിരിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരെന്ന് പറയണ്ട, എൻ്റെ ഹൗസ് വാമിങ്ങിന് വന്ന സമയത്ത് നമ്മുടെ VK ബൈജു ചേട്ടനും വൈഫും അതേപോലെ ജാമിത ടീച്ചറും ഹസ്ബൻഡൊക്കെ ഈ നൈസ് പത്തിരി എന്ന് കേട്ടപ്പം അവരവിടെ കിടന്ന് എന്നോട് ജാമിത ടീച്ചർ പറഞ്ഞു, ഞങ്ങളൊരു പത്തിരി പുറത്തുനിന്ന് 18 രൂപ കൊടുത്തിട്ടാ ഒരു പത്തിരി എന്ന് പറയാൻ ഒരു 2 കഷ്ണാക്കി നമുക്ക് മുറിക്കാനുണ്ടാവില്ല, അത്രമേൽ നൈസായിരിക്കും. അപ്പം ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ ചോദിച്ചു, കുമ്പോ നിങ്ങൾക്ക് പത്തിരി വേണം ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ ഇതുവരെ എനിക്ക് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, എൻ്റെ തിരക്കുകളും. എനിക്ക് ഒന്നാമതെന്ന് വെച്ചാൽ ടീച്ചറെ വീട്ടിലോട്ട് എനിക്ക് വഴി കറക്റ്റ് അറിയില്ല. അരുണ് വേണം. അപ്പം അരുണിന് ലീവുള്ള ദിവസം എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, എനിക്ക് എന്തെങ്കിലും പരിപാടി ഉള്ള ദിവസം അരുണിന്, അല്ല ഞാൻ ലീവുള്ള ദിവസം അരുണിന് എന്തെങ്കിലും ജോലി ബസ്സിലൊക്കെ പോകാനുണ്ടാവും. അങ്ങനെ ആയതുകൊണ്ട് ഇതാക്കിയില്ല. അപ്പം എൻ്റെ സുഹൃത്തുണ്ട് അബി, അവനെപ്പോഴും ഉമ്മാനോട് പത്തിരിയും ബീഫും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയും. അപ്പം 1-2 പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെന്താ വെച്ചാൽ എൻ്റെ പിള്ളേർ വെള്ളിയാഴ്ചൻ്റെ അന്ന് വൈകിട്ട് പൂനൂരിലേക്ക് പോവുകയും എന്നിട്ട് തിങ്കളാഴ്ചൻ്റെ അന്ന് രാവിലെ ഞാൻ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യൽ. എന്തിനാണ് കൊണ്ടുവച്ചാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒരുപാട് ഓർഡറുകൾ എനിക്കുണ്ടായിട്ട് ഇതൊക്കെ വരച്ച് തീർക്കുക എന്ന് പറയുന്നതും പിള്ളേരെ നോക്കുക എന്ന് പറയുന്നതും എനിക്കെല്ലാം കൂടി എനിക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് അവരെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച അന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് അവരെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉമ്മ തിങ്കളാഴ്ച അന്ന് അവർക്ക് സ്കൂളിലേക്ക് പോകുമ്പം മോൾക്ക് ചിലപ്പം ഗീ റൈസ് ആയിരിക്കും, ചിലപ്പം മകന് നൈസ് പത്തിരി ആയിരിക്കും, അങ്ങനെ ഓരോരോ കാര്യം. അപ്പം അതേപോലെ തന്നെ ഒരു മറ്റേ പാത്രത്തിലാക്കിയിട്ട് എനിക്കും തരും. എനിക്ക് നൈസ് പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഇതൊക്കെ തരിക. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് അബി, അവന് ബസ്സിലാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവൻ്റെ ബസ് പാസ് ചെയ്തിട്ടാണ് ഞാൻ ദിവസം വരിക. അപ്പോൾ ബസ് പാസ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ എന്താക്കി, ഇവനെ ബ്ലോക്ക് ഇട്ടിട്ട് ഇവൻ ആ പാത്രം കൊടുക്കും, ഇവൻ കഴിച്ചോട്ടെ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് കഴിക്കുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇവന് പറയും അടുത്ത തിങ്കളാഴ്ചയും കൊണ്ട് തരണം കേട്ടോ എന്നാൽ. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചേ, അല്ലൻ്റെ അബിയെ എനിക്ക് ഈ പത്തിരി തിന്നിട്ട് മതിയായില്ലേന്ന് ചോദിച്ച്. അപ്പം ഞാൻ ചോദിച്ചേ, എടോ ആർക്കെങ്കിലും ഈ നൈസ് പത്തിരിയൊക്കെ മതിയാവുമെന്ന് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അത്രമേൽ എൻ്റെ ഫുഡും കൊയിലാണ്ടി ഫുഡും എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് അവരെ വായക്കൂമ്പൊന്ന് ഉപ്പേരി വെപ്പിച്ചിട്ട് മോന് കഴിക്കുന്നതിന് ഒരു വിരോധമില്ല. മോൻ എന്ത് ചേനയായാലും ചേമ്പായാലും പിന്നെ കപ്പയായാലും ഒക്കെ അവൻ കഴിക്കും. എൻ്റെ മൂത്ത സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട് എൻ്റെ മകന്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോണം അളിയന് ചേന ചേമ്പ് കേങ്ങ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അവരവിടെ ഉണ്ടാക്കും, ചേനയും നല്ല ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും. ഇവനതൊക്കെ കഴിക്കാൻ കൂടും. പക്ഷേ അവൾക്ക് അങ്ങനത്തെ, അവളുടെ പപ്പയുടെ രീതിയിൽ പോയത്, അവൾക്ക് അങ്ങനെ ഫുഡുകളൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലേ കഴിക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ നേരെ എൻ്റെ മുമ്പിലുണ്ട് കേട്ടോ വായക്കൂമ്പ്. അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഉപ്പേരി വെച്ചിട്ട് രണ്ടുപേരെയും ഒന്ന് കഴിപ്പിക്കണം എന്നുണ്ട്. അപ്പം ഞാനെന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഹർത്താലായതുകൊണ്ട് ഞാനഥവാ എന്തെങ്കിലും വയ്യായി വന്ന് കിടന്നു പോകുമെന്ന് പേടിച്ചിട്ട് ഫുഡൊക്കെ നേരത്തെ ആക്കുന്ന തിരക്ക് കൊണ്ടാണ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞു വരികയായിരുന്നു.
കാരണം ഞാൻ പറഞ്ഞല്ലോ, പിള്ളേർ വീട്ടിലുണ്ടേ വല്ലാത്തൊരു ആദിയാണോ വെപ്രാളാണോ ഒരു ദിവസമായിരിക്കും പക്ഷേ ഉണ്ടാവുക. എനിക്ക് പൊതുവേ ഹോട്ടലുകളൊക്കെ തുറക്കുന്ന സമയത്ത് ഞാൻ വയ്യെങ്കിലും അവർക്ക് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം മേടിച്ച് കഴിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ ഇതിപ്പം ഹോട്ടലും കൂടി ലീവായപ്പോൾ ഒരു ചെറിയൊരു ആദി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഇന്ന് അതുകൊണ്ടാണ് മോർണിംഗ് വീഡിയോസ് ഒന്നും നിങ്ങൾ കാണാതിരുന്നത്. ഏതായാലും മകന് വാഴക്കൂമ്പ് ഉപ്പേരി വെച്ച് കൊടുക്കട്ടെ, മകളെ ഞാൻ തീറ്റിക്കും എങ്ങനെയെങ്കിലും എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. അതേ മാഷാ അല്ലാ കണ്ടോ, പലരും എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുമ്പം അവളുടെ വീട്ടിൽ മാഷാ അല്ലാ ഉണ്ട് എന്നുള്ളൊരു ആരോ മാർക്ക് കൊടുക്കും. ഗൈസ്, ഹസ്ബൻഡ് ഹൗസാണ് ഗൈസ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം തൂക്കിയൊരു സംഭവത്തെ ഞാനതെടുത്ത് മാറ്റാൻ നിന്നിട്ടില്ല. എൻ്റെ കാക്കയുടെ വിശ്വാസം എന്താണോ അത് കാക്കയുടെ രീതിയിൽ പോകട്ടെ. ഞാനകത്ത് കണ്ണനെ തൂക്കിയിട്ടുണ്ട്, അതെൻ്റെ വിശ്വാസം. പുറത്ത് മാഷാ അല്ലാ തൂക്കിയിട്ടുണ്ട്, അത് കാക്കയുടെ വിശ്വാസം. അങ്ങനെ പോകട്ടെ. അപ്പോൾ ഇങ്ങനെ കൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഓക്കെ, ടാറ്റാ.